വൻ പ്രതിസന്ധിയാണ് ബി ജെ പിയെ രാജ്യസഭയിൽ കാത്തിരിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ എല്ലാം തന്നെ പൊളിച്ചെഴുതുന്ന തരത്തിലേക്ക് ഇന്ത്യ സഖ്യത്തിന് വലിയ മേൽക്കൊയ്മ ലഭിക്കും രാജ്യസഭയിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ബി ജെ പിക്ക് സീറ്റുകൾ കൂടിയിട്ടുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നിലവിൽ ഇന്നേ വരെ രാജ്യസഭയിൽ നേടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ അംഗബലം വർദ്ധിക്കുന്ന സാഹചര്യം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴും സഖ്യകക്ഷികൾ എങ്ങനെ എന്നുള്ളതിൽ ഏറെ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, ഉള്ള സഖ്യകക്ഷികളെ വരെ പരമാവധി പിണക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാനാകും? ഒഡീസയിലെ BJD, അതുപോലെ തന്നെ ആന്ധ്രയിലെ YSR കോൺഗ്രസ്, ഇവർക്കെല്ലാം തന്നെ രാജ്യസഭയിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജയം കണക്കാക്കിയാൽ സാമാന്യം നല്ല രീതിയിൽ തന്നെ MP-മാരുടെ എണ്ണം ഉണ്ട് എന്നുള്ളത് ബി ജെ പിക്ക് തന്നെ അറിയാം. ഇപ്പോൾ ബി ജെ പി സഖ്യം TDP BJP പവൻ കല്യാൺ നേതൃത്വത്തിൽ വിജയിച്ചെങ്കിലും YSR കോൺഗ്രസ്സിന് രാജ്യസഭയിൽ ആധിപത്യമുണ്ട്. അവർ ആധിപത്യം ഉള്ളിടത്തോളം സമയം വരെ, അതായത് ആന്ധ്രാപ്രദേശിലും അതുപോലെ ഒഡീസയിലും, ഈ രണ്ട് മേഖലകളിലും പ്രതിപക്ഷമായി നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയും രാജ്യസഭയിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അതിശക്തമായി സ്വരമുയർത്തും എന്ന് ഇരു നേതാക്കളും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഒഡീസയിലെ നവീൻ പട്നായിക്കും ആന്ധ്രാപ്രദേശിലെ YSR കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അമരത്തിരിക്കുന്ന നിലവിലെ നേതാവായ ജഗൻമോഹൻ റെഡ്ഡിയും കോൺഗ്രസിനോടൊപ്പം കട്ടയ്ക്ക് തന്നെ നിൽക്കും എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി ബി ജെ പിയുടെ പല പ്ലാനുകളും പൊളിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നയങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് തുടങ്ങിയവയൊന്നും തന്നെ നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാനേ ബി ജെ പിക്ക് ഇനി കഴിയുകയില്ല. ഒറ്റയ്ക്കുള്ള ലോക്സഭാ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞതോടുകൂടി ബി ജെ പി പ്രതിസന്ധിയിലാണ്. സഖ്യകക്ഷികളുടെ കാരുണ്യത്തിലാണ് ഇപ്പോൾ ബി ജെ പി NDA എന്ന രീതിയിൽ മുന്നണി സംവിധാനത്തിൽ മുന്നോട്ട് പോകുന്നത്. എന്നിട്ടും ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും ഒരു കുറവുമില്ല. അഹങ്കാരത്തോടു കൂടി തന്നെയാണ് ബി ജെ പി ഇപ്പോഴും പല കാര്യങ്ങളെയും സമീപിക്കുന്നത്. ആ കാലമൊക്കെ കഴിഞ്ഞു എന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ലോക്സഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ ബി ജെ പി നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അമിത്ഷാ മോദി യുഗമൊക്കെ കഴിഞ്ഞു. ഇനി അവർ അധികാരത്തിൽ ഇരിക്കുന്നു എന്ന് വിചാരിച്ച് തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ നടത്തിയാൽ ഈ രാജ്യത്ത് ചോദിക്കാനും പറയാനും ആളുകളുണ്ട്. അത് മനസ്സിൽ എപ്പോഴും ഓർമ്മയായിരിക്കട്ടെ. ഇതുതന്നെയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ശക്തമായി ആഞ്ഞടിക്കുമ്പോൾ പ്രതിപക്ഷം എന്ന ആ ഒരു മഹനീയമായ സ്ഥാനത്തിന് എത്രത്തോളം ശക്തിയുണ്ട് എന്നുള്ളത് നേതൃത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. രാജ്യസഭയിൽ കൂടി എല്ലാ രീതിയിലും ബി ജെ പിക്ക് മേൽ പ്രഹരം ഏൽപ്പിക്കുന്ന സമീപനം എടുക്കുമ്പോൾ സ്വാഭാവികമായും ഇനിയുള്ള ദിവസങ്ങൾ ബി ജെ പിക്ക് കടുത്ത സമ്മർദ്ദത്തിൻ്റേത് തന്നെയായിരിക്കും.